പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടന് ജാമ്യം. വനം വകുപ്പ് ജാമ്യത്തെ എതിർത്തെങ്കിലും കർശന ഉപാധികളോടെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും തെറ്റ് തിരുത്തുമെന്നും വേടൻ പ്രതികരിച്ചു. വിഷയം അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേടനെതിരെ എടുത്ത കേസിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുലിപ്പല്ല് കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ജാമ്യം നൽകിയാൽ വേടൻ വിദേശത്തേക്ക് കടക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളണമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാദം. ആരാധകൻ സമ്മാനമായി നൽകിയതാണെന്നും പുലിപ്പല്ലെന്നറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കില്ലായിരുന്നുവെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. ശാസ്ത്രീയ തെളിവിന്റെ അഭാവവും ജാമ്യത്തിന് അനുകൂലമായി. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും വേടൻ. ഇവന്റെ പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പോയിട്ട് വരാം. ലഹരിക്കാര്യത്തിലെ നടപടിയിൽ പിന്നാക്കവും മുന്നാക്കവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ പുലിപ്പല്ല് പോലുള്ള വിഷയങ്ങളിൽ അവധാനതയോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി. പുലിനഖം പോലുള്ള പ്രശ്നങ്ങൾ അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടാവും. വേടൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനെന്ന മന്ത്രി AK ശശീന്ദ്രൻ. വേടനെതിരെ അറസ്റ്റ് നടപടി സ്വീകരിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും AK ശശീന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന പ്രതിഭാഗം പറഞ്ഞെങ്കിലും കോടതി തള്ളി. കേരളം വിട്ട് പുറത്തു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വേടനെ തൃശൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് വേടന്റെ മാലക്കെതിരെ വനം വകുപ്പ് കേസെടുത്തത്. വേടനെ വനം വകുപ്പ് വേട്ടയാടിയെന്ന വിമർശനം ശക്തമാണ്. ആനക്കൊമ്പ് കേസിൽ അനങ്ങാപ്പാറ നിലപാട് സ്വീകരിച്ച വനം വകുപ്പ് വേടനോട് കാട്ടിയത് ഇരട്ട നീതിയെന്നാണ് ആക്ഷേപം. അതേസമയം ലഹരി ഉപയോഗം സമ്മതിച്ച വേടൻ തെറ്റുതിരുത്തി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24.